നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തട്ടുകടയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പരിശോധന നടത്തിയ നഗരസഭാ ജീവനക്കാർക്കെതിരെ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. കൗൺസിലർ PG രാജശേഖരൻ കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെ ഉദ്യോഗസ്ഥർ തട്ടുകട നീക്കം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിനോട് നഗരസഭ അനാദരവ് കാണിച്ചതായി കോൺഗ്രസും ആരോപിച്ചു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് പ്രതിഷേധ സംഗമം 26-ന് ചെറുതോണിയിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നിയിരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി. കാലടി മഹാലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകളാണ് എത്തിയത്. സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവാൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു. രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച തട്ടുകടയ്ക്കെതിരെ മുനിസിപ്പൽ കൗൺസിലർ പരാതി നൽകിയപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതായി ആരോപണം. തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർ PG രാജശേഖരനാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പരിശോധന തികച്ചും യാദൃശ്ചികമായിരുന്നു എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. രാജശേഖരൻ കൗൺസിൽ യോഗത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ തട്ടുകട നീക്കം ചെയ്യുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറായി. വഴിവിളക്കുകൾ നന്നാക്കുന്നതിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് കൗൺസിലർ TS രാജൻ ആരോപിച്ചു. എന്നാൽ നമ്മളെല്ലാവരും ഭരണപക്ഷമാണെന്നായിരുന്നു ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിന്റെ മറുപടി. തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൗൺസിലർമാർ രംഗത്ത്. BJP പ്രതിനിധിയായ കൗൺസിലർ PG രാജശേഖരൻ പ്രതിഷേധവുമായി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. തൊടുപുഴ എവർഷൻ ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നൈറ്റ് കട എന്ന പേരിൽ വൈകുന്നേരം 6 മണി മുതൽ തട്ടുകട പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പ്രതിഷേധത്തിന് കാരണമായത്. കെട്ടിടം വാടകയ്ക്കെടുത്ത് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അസൗകര്യമാകുന്ന രീതിയിൽ തട്ടുകട പ്രവർത്തിക്കുന്നത് ഒഴിവാക്കണമെന്ന് രാജശേഖരൻ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖാമൂലം പരാതി നൽകിയാലേ നടപടി സ്വീകരിക്കാനാവൂ എന്ന നിലപാടായിരുന്നു ഉദ്യോഗസ്ഥർക്ക്. ഇതേ തുടർന്ന് ഇത് സംബന്ധിച്ച് രാജശേഖരൻ രേഖാമൂലം പരാതി നൽകി. എന്നാൽ ഉദ്യോഗസ്ഥരുടെ നടപടി വിചിത്രമായിരുന്നു. തട്ടുകട സർവ്വസന്നാഹങ്ങളോടെയും പ്രവർത്തിക്കുകയും ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള KR ബേക്കറിയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയുമാണ് ഉണ്ടായത്. നഗരത്തിൽ സ്ഥലങ്ങൾ കയ്യേറി തട്ടുകടകൾ സ്ഥാപിച്ച് ലൈസൻസ് സമ്പാദിച്ച് അവ മറിച്ചു വിൽക്കുന്ന ഒരു സംഘം തൊടുപുഴയിലുണ്ടെന്നും രാജശേഖരൻ ആരോപിച്ചു. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് തട്ടുകടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കും, അതിന് നല്ല ലാഭം കിട്ടുമ്പോൾ മറിച്ചു വയ്ക്കുന്ന ഒരു പരിപാടി തൊടുപുഴ ടൗണിൽ നടക്കേണ്ടത്, അത് എതിർക്കപ്പെടേണ്ടതാണ്, നടത്താൻ പറ്റില്ലാത്തതാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. അതിനുശേഷം ഞാൻ ഹെൽത്തിൽ ഈ വിവരത്തിൽ പരാതിയായിട്ട് പറഞ്ഞപ്പോൾ രേഖാമൂലമുള്ള പരാതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. ഏകദേശം 1 മാസം മുമ്പ് അതിനെപ്പറ്റി വിശദമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങൾ ഉൾപ്പെടെ ഞാൻ ആ പരാതി ഈ കൗൺസിലിൽ ഹെൽത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ പരാതി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഒരു KR ബേക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് യാതൊരു തരത്തിലുള്ള മാലിന്യ പ്രശ്നമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഇവിടുന്ന് ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാർ അന്ന് മുതൽ കയറി ഇറങ്ങി തുടങ്ങി. എനിക്കതിന് പരാതിയില്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് കയറണോ കയറാതിരിക്കണോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ അവരോടും പറഞ്ഞതാണ്. എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് തട്ടുകട ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെത്തി നീക്കം ചെയ്തു. ജനപ്രതിനിധികൾക്ക് മുകളിലാണ് തങ്ങളെന്ന നിലപാടുമായി ഏതാനും ഉദ്യോഗസ്ഥർ നഗരസഭയിൽ ഉണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇതേസമയം KR ബേക്കറിയിലെ പരിശോധന തികച്ചും യാദൃശ്ചികമായിരുന്നു എന്നായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ഏകദേശം 10-14 മീറ്റർ നീളത്തില് 4 ഇഞ്ച് പൈപ്പിട്ട് അവരുടെ കെട്ടിടത്തിൽ നിന്ന് അവരെ കെട്ടിടത്തിലുണ്ടാകുന്ന വേസ്റ്റ് വെള്ളം കാനയിലേക്ക് ഒഴുക്കാൻ വേണ്ടി പൈപ്പ് വെച്ചിരിക്കുക. സ്ലാബ് തുറന്ന് ഞങ്ങളെ പൈപ്പ് കുത്തി പൊട്ടിച്ച് കണ്ടപ്പോൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ, അതായത് അപ്പം ഒഴുകുന്നില്ല, ഒരു 5-6 മണിക്കൂർ മുമ്പ് വെള്ളം ഒഴിയേണ്ട ബാലൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഫിറ്റ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ KR ബേക്കേഴ്സ് കയറുന്നത്, അല്ലാണ്ട് യാദൃച്ഛ്യം
മഹാത്മാഗാന്ധി ലോകത്താകമാനം ജനാധിപത്യം പൂത്തുവിരിയുവാൻ പ്രചോദനം പകർന്ന ചൈതന്യമായിരുന്നുവെന്ന് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി. കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധിജി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വള്ളക്കടവിൽ നടന്ന ഗാന്ധിജി അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. 174 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം PC മാത്യു ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി അനുസ്മരണം നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. മർദിനെ അവന്റെ ചങ്ങലയിൽ നിന്നും മർദ്ദകനെ അവന്റെ ചെയ്തികളിൽ നിന്നും സഹന സമരത്തിലൂടെ മോചിപ്പിച്ച മഹാത്മാഗാന്ധി ലോകത്താകമനം ജനാധിപത്യം പൂത്തുവിരിയുവാൻ പ്രചോദനം പകർന്ന ചൈതന്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ജോയി തോമസ് സെബാസ്റ്റ്യൻ ചെറ്റയിൽ, MM ചാക്കോ മുളയ്ക്കൽ, സണ്ണി വെങ്ങാലൂർ, ജെയ്മോൻ അഴകപ്പറമ്പിൽ, ബിജു വർഗീസ്, മാത്തുക്കുട്ടി അരങ്ങത്ത്, സണ്ണി ആലുങ്കൽ, എബിൻ കളരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വള്ളക്കടവിൽ നടന്ന ഗാന്ധിജി അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. 174 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടന്നു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ, ശുചീകരണം, റോഡ് നിർമ്മാണ ഉദ്ഘാടനം എന്നിവയും നടന്നു. PC മാത്യു ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ബീന ടോമി, ബൂത്ത് പ്രസിഡന്റ് സജോമോൻ ജോർജ്, വാർഡ് പ്രസിഡന്റ് റേറാമി പാച്ചോലിൽ, കൗൺസിലർ CB പാറപ്പായിൽ, ജിതിൻ ജോയി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും ആകാരത്തിൻ്റെയും പോലും ഭിന്നിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്. ആ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതലായി മുന്നോട്ട് നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായ നമ്മോരോരുത്തരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതികൾ സന്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഗാന്ധി പ്രതിമയും പരിസരവും ശുദ്ധീകരിച്ച് പുഷ്പാർച്ചന നടത്തുന്നത് വർഷങ്ങളായി ചെയ്തു വരുന്നതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത്തവണ അതുമുണ്ടായില്ല. കൗൺസിലിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയ്ക്ക് ചെയർപേഴ്സൺ ഖേദം രേഖപ്പെടുത്തുകയും ഇനിമേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ ശ്രദ്ധിക്കുമെന്നും അറിയിച്ചു. നമ്മുടെ തൊടുപുഴ നഗരസഭ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. നമ്മൾ ഭരണപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ ഭരണപക്ഷം മാത്രമായിട്ട് നടന്നു പോകുന്ന ഒരു നഗരസഭയാണ് നമ്മുടെ തൊടുപുഴ നഗരസഭ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചയായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഇത്തരം പ്രവണതകൾ നഗരസഭയിൽ ആവർത്തിക്കുന്നതിന് അനുവദിക്കുകയില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. സഭയിൽ നടന്ന പ്രതിഷേധത്തിൽ കൗൺസിലർമാരായ സനീഷ് ജോർജ്, ജോസഫ് ജോൺ, സനു കൃഷ്ണൻ, നീനു പ്രശാന്ത്, നിസ സക്കീർ, രാജി അജേഷ്, ജോർജ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് പ്രതിഷേധ സംഗമം 26-ന് ചെറുതോണിയിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി സർക്കാർ ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് MJ ജേക്കബ് പറഞ്ഞു. ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സംസ്ഥാന സർക്കാർ ഇടുക്കി ജില്ലയോട് കാണിക്കുന്ന അവഗണനയിലും നിഷേധാത്മക നിലപാടിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 26-ന് ചെറുതോണിയിൽ ജനകീയ സംഗമം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അറിയിച്ചു. പിണറായി സർക്കാരിന്റെ 8 വർഷക്കാലത്തെ ഭരണം ജില്ലയെ തകർച്ചയിലേക്ക് നയിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച മെഡിക്കൽ കോളേജിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ്. കൂടാതെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷി തകർച്ചയിലാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ അവാർഡ് ചെയ്ത 700 കോടി രൂപ നൽകാതെ സഹകരണ മേഖലയെയും കർഷകരെയും പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കർഷകരുടെ വായ്പയുടെ പലിശയെങ്കിലും എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി വാഗ്ദാനങ്ങൾ ഈ 8 വർഷക്കാലത്തിനിടയിൽ ഇടുക്കി ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രശ്നങ്ങളും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നതിനാണ് ഗവൺമെന്റ് നയങ്ങൾ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, 1964-ലെയും 93-ലെയും ഭൂമി പതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട് മലയോര ജനത നിരവധി വർഷങ്ങളായിട്ട് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ
നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ചർച്ചകൾ നടന്നു. നിബന്ധനകളില്ലാതെ കർഷകർക്ക് പട്ടയം കൊടുക്കണമെന്നുള്ള ഡിമാൻഡാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടനകളുടെയും ആവശ്യമുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 64-ലെയും 93-ലെയും ചട്ടപ്രകാരം കൊടുത്ത പട്ടയം അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് നടത്തിയത്. ആ നിയമനിർമ്മാണത്തിന് ശേഷം ഗവർണർ ഒപ്പിട്ട നിയമമായി. പക്ഷേ ഇതുവരെയായിട്ട് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല. ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ ഗവൺമെന്റ് ഭയപ്പെടുകയാണ്. കാരണം 2 ലൈൻ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ലൈൻ കൊണ്ട് ഈ നിയമനിർമ്മാണം നടത്താവുന്നതാണ്. മുൻകാല പ്രാബല്യത്തോടുകൂടി 64-ലെയും 93-ലെയും ചട്ടപ്രകാരം നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കാൻ മാത്രം തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയും അപേക്ഷ കൊടുക്കണം, ആ അപേക്ഷയിൽ ഹിയറിംഗ് വെക്കണം, ആ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. ചട്ടം രൂപീകരിച്ചിട്ടില്ല. ആ ചട്ടം രൂപീകരിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന തർക്കം ഇതിന് ഭീമമായിട്ടുള്ള ഫീസ് ജനങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള വാദഗതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, ജോസി ജേക്കബ്, ജോസഫ് ജോൺ, മോനിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MP ചാക്കോ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിയോജക മണ്ഡല കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റായി NP ചാക്കോ, ജനറൽ സെക്രട്ടറിയായി VJ ചെറിയൻ, ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സാലി S മുഹമ്മദ്, ട്രഷററായി KH നൌഷാദ് തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിയോജക മണ്ഡല കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തിയത്. തൊടുപുഴ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി നിർവഹിച്ചു. യൂത്ത് വിങ്ങിന്റെ തെരഞ്ഞെടുപ്പ്, വനിതാ വിങ്ങിന്റെ തെരഞ്ഞെടുപ്പും ഈ ഒക്ടോബർ മാസം 15-ാം തീയതിക്ക് മുൻപ് പൂർത്തിയാക്കണം എന്ന് എല്ലാ യൂണിറ്റുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതത് വിഭാഗക്കാരും അവരുടെ ഉള്ള യൂണിറ്റുകളിൽ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങും ഒരു യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ DYFI പോലുള്ള സംവിധാനമല്ല നമ്മുടെ സംഘടനയിൽ ആയിരിക്കുക. യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭാരവാഹികളെ ഒരു പാനലിലൂടെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരൊക്കെ യൂത്ത് വിങ്ങിന്റെ ഭാരവാഹിയാകണം, ആരൊക്കെ യൂത്ത് വിങ്ങിന്റെ വനിതാ വിങ്ങിന്റെ ഭാരവാഹിയാകണം എന്ന് തീരുമാനിക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണ്. യൂണിറ്റിന്റെ മാത്രം അധികാരമാണത്. യൂണിറ്റ് പറയാണ് ഇന്നയാളൊന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇന്നയാളെ കൂടെ ഉൾപ്പെടുത്തണം എന്നാണോ പാനൽ, ആ പാനൽ നിശ്ചയിക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണ്. അതിനകത്ത് യൂത്ത് വിങ്ങിന് ഒരു സമ്മർദ്ദ ശക്തിയായിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ സംഘടനയുടെ സെറ്റപ്പ് അതാണ്. കാരണം മാതൃ സംഘടനയുമായി സഹകരിച്ചു പോകുന്ന ആളുകളാണ് യൂത്ത് വിങ്ങിലും വനിതാ വിങ്ങിലും വരേണ്ടത്. അത് അങ്ങനെയാണ് നമ്മുടെ രീതി. വർഷങ്ങളായി ഈ പോഷക സംഘടനകൾ രൂപം കൊണ്ട അന്ന് മുതൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തന നോമിനേഷൻ ചെയ്യുന്ന രീതി അങ്ങനെയാണ് എന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ വേണം. ഇനിയിപ്പോൾ നിലവിലെ യൂത്ത് വിങ്ങോ വനിതാ വിങ്ങോ ഇല്ലാത്ത ഒരു യൂണിറ്റിൽ അതൊന്ന് തുടങ്ങാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമായിരിക്കും അത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂണിറ്റുകൾ നമ്മുടെ തൊടുപുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും പോക്കറ്റുണ്ട്. 10, 20, 25 കടകളുള്ള പോക്കറ്റുകളുണ്ട്. അത്തരം പോക്കറ്റുകളിൽ നമ്മൾ പുതിയ യൂണിറ്റുകൾ തുടങ്ങണം. ബ്ലോക്ക് പ്രസിഡന്റ് NP ചാക്കോ അധ്യക്ഷത വഹിച്ചു. NP ചാക്കോ പ്രസിഡന്റ്, VJ ചെറിയൻ കരിമണ്ണൂർ ജനറൽ സെക്രട്ടറി, സാലി S മുഹമ്മദ് ഓർഗനൈസിംഗ് സെക്രട്ടറി, KH നൌഷാദ് വണ്ണപ്പുറം ട്രഷറർ, നിയോജക മണ്ഡലം കമ്മിറ്റി നിരീക്ഷകരായി TC രാജു തരണിയിൽ, നാസർ സൈര, വൈസ് പ്രസിഡന്റുമാരായി സജി വണ്ണപ്പുറം, അശ്വതി മധു ഉടുമ്പന്നൂർ, അജു പുരുഷോത്തമൻ തൊടുപുഴ, തോമസ് കുരുവിള വഴുത്തല, സെക്രട്ടറിമാരായി വിജു സി മുട്ടം, ബിജി ചിറ്റാട്ടിൽ മുട്ടം, ജോമോൻ ജേക്കബ് മുതലക്കോടം, സജി മുള്ളരിങ്ങാട്, അബ്ദുൽ സലാം പെരിങ്ങാശ്ശേരി എന്നിവരെയും തിരഞ്ഞെടുത്തു.
സാലി എസ് മുഹമ്മദ് സ്വാഗതവും തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് രാജു തരണിയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, ജില്ലാ സെക്രട്ടറി നാസർ സൈര, ഇളംദേശം ബ്ലോക്ക് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം, അശ്വതി മധു എന്നിവർ ആശംസയും അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നീരുവത പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി. കാലടി മഹാലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകളാണ് എത്തിയത്. പള്ളിയങ്കണത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരുത്തുവയലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു. കോതമംഗലം കന്നി 20 പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ കബർവണക്കം. ഇതിന്റെ ഭാഗമായാണ് കാലടി മഹാലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകൾ പള്ളിയിലെത്തിയത്. തുടർന്ന് പള്ളിയിൽ വലം വെച്ച് കബർ വണങ്ങി വഴിപാട് അർപ്പിച്ചാണ് കരിവീരന്മാർ മടങ്ങിയത്. പള്ളി അങ്കണത്തിൽ എത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവയലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു. ആനകളുടെ കബർ വണക്കം പുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്ന് പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു. 339 വർഷം മുമ്പ് തൊട്ട് നമ്മൾ പരിശുദ്ധ ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് കബറ് വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ്. എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ കബറ് വണങ്ങുന്നു. ഇതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ്. ധാരാളം കൂപ്പുകൾ ഉണ്ടാർന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊണ്ടുനടന്നു. അപ്പോൾ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി 20-ാം തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ കബറിങ്കിൽ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് 339 കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാർ ഇന്ന് കടന്നു വന്നു. പരിശുദ്ധ ബാവായുടെ കബറിങ്കൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹം സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് അനുവാദം തന്ന സർക്കാരിന് നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവാൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു. രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. 2022-23 വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴി മുതുവാൻകുടിയിൽ ഒരുക്കുന്നത്. നടപ്പാത നിർമ്മാണം, റോഡ് പൂർത്തീകരണം, അംഗൻവാടി ചുറ്റുമതിൽ നിർമ്മാണം, സത്രം പുനരുദ്ധാരണം, വാലായ്മപുര റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പദ്ധതികൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിനായി ഉടുമ്പൻചോല MLA MM മണിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം ചേർന്നു. പൊതുജനങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പട്ടികവർഗ കോളനികൾക്ക് വികസന പദ്ധതി പ്രത്യേകം ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള വഴിയും എല്ലാം ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആ നാട്ടിൽ അതിനിവിടുത്തെ ഈ പ്രദേശത്തെ നിവാസികളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എന്റെ കാലാവധിക്കുള്ളിലെല്ലാം ഞാൻ പരമാവധി കാര്യങ്ങൾ ചെയ്ത് സഹായിക്കാം എന്നീ അവസരത്തിൽ വാഗ്ദാനം നൽകുന്നു. അതിനുശേഷമാണേലും നമുക്ക് കാര്യങ്ങൾ നടത്തി പോകാൻ കഴിയും. അതുകൊണ്ട് പണ്ടേതൊന്നും ഇല്ലായിരുന്നു. റോഡും ഇപ്പോഴും ഇത്രയും സൗകര്യങ്ങളെല്ലാം വന്നു. പടിപടിയായി അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ കൊണ്ടുവരണമെങ്കിൽ ഈ പ്രദേശത്തെ നിവാസികള് ഒരു മുൻകൈ എടുക്കണം. ഇക്കാര്യത്തിൽ കരയുന്ന കുഞ്ഞിനെ ബാധിക്കുന്നതാവും ആവശ്യക്കാര് ഒരു മുൻകൈ എടുത്തതെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകര്, പഞ്ചായത്ത് മെമ്പറാണേലും പഞ്ചായത്ത് പ്രസിഡന്റാണേലും MLA ആണേലും MP ആണേലും സഹായിക്കും. ആ സഹായം കിട്ടണമെങ്കിൽ അതിനൊരു മുൻകൈ ഈ പ്രദേശത്തുള്ളവർ എടുത്താൽ
കാര്യങ്ങൾ കൂടുതൽ നന്നാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു, വൈസ് പ്രസിഡന്റ് അജേഷ് മുകളൽ, ബ്ലോക്ക് മെമ്പർ KJ സിജു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജെയ്സൺ വർഗീസ്, ആശ സന്തോഷ്, M ഈശ്വരൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ OG റോയ്, പ്രോജക്ട് ഓഫീസർ G അനിൽകുമാർ, ഊരുമൂപ്പൻ ചെല്ലപ്പാണ്ടി, പ്രൊമോട്ടർ R പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ചെറുവട്ടൂർ മുണ്ടോത്തി പീടിക പട്ടളായി മോളം റോഡിൽ തടി കയറ്റി വന്ന വാഹനം 6 അടി താഴ്ചയിലുള്ള പുരയിടത്തിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. വഴിമാറിയത് വൻ ദുരന്തം. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താത്തതും ടാറിങ്ങിന്റെ അപാകതയുമാണ് അപകട കാരണം. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് 1 മാസം കൊണ്ട് തകർന്നിരുന്നു. ഇതിനെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അപകടം. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 16-ാം വാർഡിലെ മുണ്ടോത്തി പീടികയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് റബ്ബർ തടി കയറ്റി വന്ന വാഹനം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് മറിഞ്ഞത്. റോഡ് താഴ്ന്ന് സൈഡ് ഇടിഞ്ഞ് റബ്ബർ തടി കയറ്റി വന്ന ലോറി 6 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചില്ല. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അടുത്തിടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് 1 മാസം കൊണ്ട് തകർന്നിരുന്നു. ഇതിനെതിരെ പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ TG അനിമോൻ വിജിലൻസിന് പരാതി നൽകി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അപകടം. റോഡിന്റെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താത്തതും റോഡ് ടാറിങ്ങിന്റെ അപാകതയുമാണ് ഈ അപകടത്തിന് കാരണം. മുണ്ടോത്തി പീടിക പട്ടളായി മോളം റോഡിന്റെ അഴിമതി അന്വേഷിക്കണമെന്നും റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ അനിമോൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇരട്ടയാറിൽ പേപ്പട്ടി ആക്രമണം. വഴിയാത്രികനും വളർത്തുമൃഗത്തിനും തെരുവുനായയുടെ കടിയേറ്റു. മുത്തനാട്ട് തോമസ് കുട്ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നായയ്ക്ക് പേവിഷബാധയെന്ന് സംശയം. ഇരട്ടയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമെന്നും പരാതി ഉയരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇരട്ടയാറിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. പറയൻകവല തുളസിപ്പാറ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് പറയൻകവല മുത്തനാട്ട് തോമസ് കുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത്. കാലിനാണ് നായയുടെ കടിയേറ്റത്. തോമസ് കുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച് നായയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും തോമസ് കുട്ടിയുടെ കാലിൽ കടിയേറ്റു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. ഉണ്ടായിരുന്നു കുറച്ച് ആശുപത്രിയുടെ അടം പോലെ ഈ സാധനം പുറയിലുണ്ട്. നമ്മൾ അറിയുന്നു, ശ്രദ്ധിക്കാതെ പോലുമല്ലേ അത്. ഞങ്ങളിവിടെ ഈ തുളസിപ്പാറയെന്ന് പറയങ്കോലൊക്കെ തിരിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ താരാജേസിയുടെ ഒക്കെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. ഇതിനുശേഷമാണ് റോഡിന് മറുഭാഗമുള്ള ഇരുവേലിക്കുന്നൽ സിബിയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന മൂരിക്കിടാവിനെ നായ എത്തി ആക്രമിച്ചത്. മുഖത്തും പിടലിയിലുമെല്ലാം കടിയേറ്റു. ഈ സമയം മൂരിക്കിടാവ് മാത്രമാണ് തൊഴുത്തിലുണ്ടായിരുന്നത്. 2 ഇടങ്ങളിലും ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയതെന്നും നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നുമാണ് സംശയം. ആക്രമണം നടത്തിയ നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ആക്രമിച്ചത് പേപ്പട്ടിയാണെന്ന് സംശയം ഉയർന്നതോടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് മൂരിക്കിടാവിനെ കൊന്നുകളയുവാനുള്ള നടപടികൾ ആരംഭിച്ചു. ഏകദേശം ഒരു 7-8 മണിയോടുകൂടി നമ്മുടെ കൂട്ടി നിന്ന കന്നുകാലിയെ പേപ്പട്ടി കയറി കടിക്കുകയും അത് ആകപ്പാടെ അസ്വസ്ഥയായിട്ട് നിൽക്കുവാണ്. പേപ്പട്ടി തന്നെ ഉറപ്പ് ഞെരിയും പതയൊക്കെ വായിക്കൂടെ വരികയും വേറെ പട്ടിക്കൂടുങ്ങ വന്ന് പട്ടിയെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പട്ടി ഇന്നലെ വെളുപ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ചത്ത് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലും ടൗണിലുമെല്ലാം തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നും ആക്ഷേപമുണ്ട്. 10ഓളം പട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് ഈ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളുമായി നടക്കുന്നുണ്ട്. അതിനെ നീക്കം ചെയ്യണമെന്ന് പല കമ്മിറ്റിയിലും പറഞ്ഞിട്ട് ഒരു നടപടി പോലും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ജനോപകാരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതിനൊരു നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടിയിൽ വിശ്രമിക്കുന്ന തെരുവുനായ്ക്കൾ സന്ധ്യ മയങ്ങുന്നതോടെ ടൗണിൽ കൂട്ടമായി അലഞ്ഞു തിരിയുന്നതും ഭീഷണി ഉയർത്തുന്നതായും പരാതിയുണ്ട്. മറ്റ് തെരുവുനായകൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറഞ്ഞു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടയാർ. പള്ളിസിറ്റി അമ്പലക്കവല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി നിർവഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ ഗോപി അധ്യക്ഷത വഹിച്ചു.
കഞ്ഞിക്കുഴി പഞ്ചായത്ത് 14-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പിള്ള സിറ്റി അമ്പലക്കവല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡിന് 1,15,66,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. നിരവധി കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് 2018-ലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. ഇതേ തുടർന്ന് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുകയായിരുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു. പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ ഒന്നും ഫണ്ട് കൊണ്ട് ഇത്രയും വിശാലമായിട്ട് നമുക്കൊരു വഴി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. വളരെ സൂക്ഷിച്ച ഫണ്ടുകളാണ് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ 1,15,00,000 രൂപയോളം ഈ റോഡിനെ റീബിൽഡ് കേരളയിൽപ്പെടുത്തി ആയതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. നബാർഡിൻ്റെ ഫണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് റോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ജില്ലാ പഞ്ചായത്തിനാണേലും ബ്ലോക്കിനാണേലും ചെറിയ 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം 15 ലക്ഷം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ജില്ലാ പഞ്ചായത്ത് റോഡുകളും ബ്ലോക്ക് പഞ്ചായത്തും 6 മീറ്റർ വീതിയുള്ള വഴികൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് പിന്നെ റീബിൽഡ് കേരളയിൽപ്പെടുത്തി ഇത്രയും തുക കിട്ടിയതുകൊണ്ട് പ്രദേശവാസികളുടെ ആഗ്രഹമായ എല്ലാവർക്കും ചിരകാല സ്വപ്നം എന്ന് തന്നെ പറയാം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജീവ് പാലൂർ, ശശി കന്യാലിൽ, CV വിജയകുമാർ, ജലജ സജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം നിർവഹിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വെച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി നിർവഹിച്ചു. ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും മരണം കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട ലോകത്തിലെ അപൂർവം മാനവചരിത്രത്തിലെ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം നമുക്കറിയാം. അപൂർവങ്ങളിൽ മാത്രം സംഭവിക്കുന്ന അവതാരങ്ങളെ പോലെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു വന്ന ഗാന്ധിജി, ആ ഗാന്ധിജിയാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെ പ്രോത്സാഹിപ്പിച്ചതും ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ രൂപപ്പെടുത്തിയതും. ഗാന്ധിജി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത്. ഗാന്ധിജി ഉള്ളതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരം ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഗാന്ധിജി ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ടാണ് രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെത്ര ശ്രമിച്ചാലും ശരി, ലോകത്തിന് മുമ്പിൽ ഒരു പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന് പറയുന്ന സങ്കല്പം, പ്രതീകം, ആ പ്രതീകത്തെ മറക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, നിതിൻ ലൂക്കോസ്, ഷാജി വെള്ളമാക്കൽ, സിജു ചക്കുമുട്ടിൽ, ജോമോൻ തെക്കേൽ, AM സന്തോഷ്, ഷമേജ് K ജോർജ്, പ്രശാന്ത് രാജു, സജിമോൾ ഷാജി, IB മോൾ രാജൻ, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, ആൽബിൻ മണ്ണഞ്ചേരി, PS രാജപ്പൻ, KS സജീവ്, അരുൺകുമാർ കാപ്പുകാട്ടിൽ, KD രാധാകൃഷ്ണൻ, ഷിബു പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. മഹാത്മാഗാന്ധി ലോകത്താകമാനം ജനാധിപത്യം പൂത്തുവിരിയുവാൻ പ്രചോദനം പകർന്ന ചൈതന്യമായിരുന്നുവെന്ന് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി. കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധിജി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വള്ളക്കടവിൽ നടന്ന ഗാന്ധിജി അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. 174 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം PC മാത്യു ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി അനുസ്മരണം നടത്തി. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു.
മർദിനെ അവന്റെ ചങ്ങലയിൽ നിന്നും മർദ്ദകനെ അവന്റെ ചെയ്തികളിൽ നിന്നും സഹന സമരത്തിലൂടെ മോചിപ്പിച്ച മഹാത്മാഗാന്ധി ലോകത്താകമനം ജനാധിപത്യം പൂത്തുവിരിയുവാൻ പ്രചോദനം പകർന്ന ചൈതന്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ജോയി തോമസ് സെബാസ്റ്റ്യൻ ചെറ്റയിൽ, എം ചാക്കോ മുളയ്ക്കൽ, സണ്ണി വെങ്ങാലൂർ, ജെയ്മോൻ അഴകപ്പറമ്പിൽ, ബിജു വർഗീസ്, മാത്തുക്കുട്ടി അരങ്ങത്ത്, സണ്ണി ആലുങ്കൽ, എബിൻ കളരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വള്ളക്കടവിൽ നടന്ന ഗാന്ധിജി അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. 174 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെയും വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടന്നു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ, ശുചീകരണം, റോഡ് നിർമ്മാണ ഉദ്ഘാടനം എന്നിവയും നടന്നു. PC മാത്യു ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ബീന ടോമി, ബൂത്ത് പ്രസിഡന്റ് സജോമോൻ ജോർജ്, വാർഡ് പ്രസിഡന്റ് റേറാമി പാച്ചോലിൽ, കൌൺസിലർ CB പാറപ്പായിൽ, ജിതിൻ ജോയി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വർഗീയ ശക്തികളുടെ അദ്ദേഹം കണ്ട മതേതര ഇന്ത്യ ഇന്ന് വർഗീയ ശക്തികളുടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും ആകാരത്തിൻ്റെയും പോലും ഭിന്നിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്. ആ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതലായി മുന്നോട്ട് നമ്മൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായ നമ്മോരോരുത്തരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതി സന്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതിലൂടെ കൂടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാലടി പ്രകൃതി പഠന കേന്ദ്രം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡെൽറ്റോ മറോക്കി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിൽഷാദ് M അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്ന് കനത്ത ജോലിഭാരം നേരിടുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നീലീശ്വരം E² ബാഡ്മിന്റൺ അക്കാദമിയിൽ വെച്ച് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തിയത്. കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കാലടി പ്രകൃതി പഠന കേന്ദ്രം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡെൽറ്റോ മറോക്കി നിർവഹിച്ചു. കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിൽഷാദ് M അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് R അദീഷ്, റേഞ്ച് ഓഫീസർമാരായ TM റഷീദ്, G രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മെൻസ് ഓപ്പൺ സിംഗിൾസ്, മെൻസ് ഓപ്പൺ ഡബിൾസ്, വിമൻ ഓപ്പൺ സിംഗിൾസ്, വിമൻ ഓപ്പൺ ഡബിൾസ്, മെൻ വെറ്ററൻസ് സിംഗിൾസ്, ഡബിൾസ് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. വിജയികൾക്കുള്ള പുരസ്കാര വിതരണം മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഖുറാൻ ശ്രീനിവാസ് IFS നിർവഹിച്ചു. KFSA സംസ്ഥാന സെക്രട്ടറി വിനീത PV, ജില്ലാ സെക്രട്ടറി ജാഫർ VI, ഭാരവാഹികളായ ആശ S, ശ്രീജിത്ത് CP, നൌഷാദ് EH, കൃഷ്ണേന്ദു TS, അരവിന്ദ് C വേലായുധൻ, അജയ്കുമാർ PV, മുഹമ്മദ് റോഷൻ, വിഷ്ണു മോഹനൻ, പ്രഗീത ശ്യാം, അരവിന്ദ് KM, അജയ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടുകടയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പരിശോധന നടത്തിയ നഗരസഭാ ജീവനക്കാർക്കെതിരെ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. കൗൺസിലർ PG രാജശേഖരൻ കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെ ഉദ്യോഗസ്ഥർ തട്ടുകട നീക്കം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിനോട് നഗരസഭ അനാദരവ് കാണിച്ചതായി കോൺഗ്രസും ആരോപിച്ചു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് പ്രതിഷേധ സംഗമം 26-ന് ചെറുതോണിയിൽ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ കോതമംഗലം കന്നീരുവത പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി. കാലടി മഹാലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകളാണ് എത്തിയത്. സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവാൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു. രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.